നീറ്റിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവസാന ദിവസങ്ങളിൽ എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്ത് സ്ട്രാറ്റജിയാണ് നിങ്ങൾ എടുക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ കഴിയുക. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബയോളജിയിൽ എനിക്ക് നിങ്ങളെ കൊണ്ട് മാക്സിമം സ്കോർ ചെയ്യിപ്പിക്കുക. അതിന് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരിക. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ദിവസവും സംസാരിക്കാം. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യത്തിലോട്ട് കിടക്കട്ടെ. നീറ്റ് 2023ക്ക് നമ്മൾ ബയോളജി പഠിക്കുമ്പോഴത്തേനും നമ്മൾ പൊതുവെ എന്താണ് പറയാറുള്ളത്, ഞാനും പറയാറുള്ളത് എന്താണ്, NCERT അരച്ച് കലക്കി കുടിക്കുക. അതായത് NCERT ബയോളജി നന്നായിട്ട് പഠിക്കുക, അതിൽ നിന്ന് മാത്രമേ 99% ക്വസ്റ്റ്യനും വരത്തുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമുക്ക് അവസാനത്തെ ടൈം എത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് ഫുള്ളി നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും എന്ന് വെച്ചാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. ഇപ്പോൾ നമ്മൾ ബയോളജി മാത്രം ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ, നമുക്കൊരു കുറച്ച് ദിവസങ്ങളുണ്ട്, നമുക്കിരുന്ന് പഠിച്ചാലും തീർക്കാൻ പറ്റും. എങ്കിലും തീർക്കാൻ കഴിയുമോ, ഫസ്റ്റ് റീഡിംഗ് ആണെങ്കിൽ തന്നെ തീർക്കാൻ കഴിയുമോ എന്ന് സംശയിച്ചിരിക്കുന്നവരും ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമ്മുടെ മുമ്പേ കണ്ടിട്ടുള്ള ടോപ്പിക്സുകൾ അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യം വരാൻ ചാൻസ് ഉള്ളത് എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. സോ ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾ ഓൾറെഡി ഹാഫ് ഓഫ് ദ സ്കോർ നിങ്ങൾ ഓൾറെഡി എന്ന് വെച്ചാൽ മേടിച്ച് കഴിഞ്ഞു. ഓക്കെ, ബാക്കി ഹാഫ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ചാപ്റ്റർ വൈസ് അനാലിസിസ് ആണ്. ഓക്കെ, ചാപ്റ്റർ വൈസിൽ ഏതൊക്കെ സബ് ടോപ്പിക്ക് നിങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം, ഇത് പഠിക്കാതെ നിങ്ങൾ പോകരുത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. സോ വേഗം ഇതൊന്ന് നോക്കി വയ്ക്കുക. ഇതൊന്നും ഒരു പേപ്പറിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത്, അല്ലെങ്കിൽ ഞാനൊരു PDF തന്നെ കൊടുത്തേക്കാം, അത് എടുത്തിട്ട് നിങ്ങൾ ഈ പറയുന്നത് മസ്റ്റായിട്ടും പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് വന്നാലും നിങ്ങൾ പഠിക്കാതെ പോകുന്നില്ല. സ്കോർ ചെയ്യണ്ടേ, നമുക്ക് 320+ മേടിക്കണ്ടേ. ഓക്കെ, ലിവിങ് വേൾഡിൽ ഏറ്റവും എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ടാക്സോണമിക്കൽ എയ്ഡ്സ്. ആ ഒരു ടോപ്പിക്ക് നമുക്ക് 2000 എന്ന് വെച്ചാൽ എല്ലാ വർഷവും ഒരു ചോദ്യം വച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, കിങ്ഡം മൊണീറ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കിങ്ഡം മൊണീറയെന്ന് ഒരു ചോദ്യം വരുവാണെങ്കിൽ അവിടെ നിന്ന് വന്നിരിക്കും. മെയിനായിട്ട് നമ്മുടെ ആർക്കി ബാക്ടീരിയ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ളൊരു ഏരിയയാണ്. അപ്പോൾ അത് നോക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോഴത്തേനും ഫസ്റ്റ് ആ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ അതിൽ ഒരു ഈ കിങ്ഡം മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ നിങ്ങൾ പഠിക്കണം. കാരണം മൊണീറയിൽ കുറച്ച് സ്പെസിഫിക് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പഠിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ അടുത്ത് പറയുന്നു. പിന്നെ പ്രൊട്ടീസ്റ്റയിലും അതുപോലെ തന്നെ 2018 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൊട്ടീസ്റ്റയും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫഞ്ചയും ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ വൈറസ് നമ്മൾ ഒരിക്കലും പഠിക്കാതെ പോകാൻ പാടില്ല. വൈറോയിഡ്സ് ആ ഒരു ഏരിയയിൽ പ്രയോൺസ്, അത് നമ്മൾ പഠിക്കാതെ ഇരിക്കാൻ നമുക്ക് പറ്റത്തില്ലാത്തൊരു മസ്റ്റ് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ബയോളജി ക്ലാസിഫിക്കേഷനിൽ ഇത്രയും 4 സബ് ടോപ്പിക്സുകളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൽ ഓരോ വർഷം എഴുതിയിരിക്കുന്നത് ഓരോ വർഷം എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്നുള്ളതാണ്. അതിൽ നമ്പർ എഴുതിയിട്ടില്ലാത്ത എല്ലാ വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. പിന്നെ പ്ലാൻ കിങ്ഡത്തിൽ ആൽഗെ പറയണ്ടല്ലോ, ഫസ്റ്റാണ്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ തവണ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ തന്നെ ആൽഗയിലുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ MCQs ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയും നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒന്നും വേറെ പോകേണ്ട ആവശ്യമില്ല. കമ്മ്യൂണിറ്റി ടാബിൽ തന്നെ ഞാൻ ദിവസവും 10-15 ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യൂ. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ എന്തായിരുന്നാലും ഇതൊക്കെ കാണുന്നതല്ലേ, അപ്പോൾ നിങ്ങൾ ഇതുകൂടെ അറ്റൻഡ് ചെയ്യൂ. കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനൊരു യൂസ് കൂടെ വേണമല്ലോ. നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പിന്നെ പ്ലാൻ കിങ്ഡത്തിൽ ജിംനോസ്പോംസ് ആണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ഏരിയ. അതിൽ 2019 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ജിംനോസ്പോമും ആൻജിയോസ്പോമും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയും. അത് പഠിക്കാതെ നിങ്ങൾ പോകരുത്. ആൽഗെ മസ്റ്റായിട്ട് പഠിക്കണം. നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് ജിംനോസ്പോമും ആൻജിയോസ്പോമും ആണ്. ഓക്കെ, നെക്സ്റ്റ് പിന്നെ എനിക്ക് അതിൽ പറയാനുള്ളത്, നമ്മുടെ ലൈഫ് സൈക്കിൾ പഠിക്കുമ്പോൾ അതിൽ ഫ്യൂക്കസിൻ്റെ ലൈഫ് സൈക്കിൾ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാം എന്താണ് ലൈഫ് സൈക്കിൾ എന്ന് അറിയാമെന്നുള്ളവരൊക്കെ കമൻറ്റ് വരട്ടെ. ഓക്കെ, അപ്പോൾ ആ ലൈഫ് സൈക്കിളൂടെ ജസ്റ്റ് എസ്പെഷ്യലി ഫ്യൂക്കസിൻ്റെ അതുകൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് അനിമൽ കിങ്ഡം എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, ഇതിൽ ഇന്നടുത്തീന്നൊരു ക്വസ്റ്റ്യൻ വരും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും ഞാൻ പറയുന്നത് ക്ലാസിഫിക്കേഷൻ
ക്ലാസിഫിക്കേഷനകത്ത് തന്നെ ഒരു ചാർട്ട് നമ്മുടെ NCERT ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ചാർട്ട്, റേഡിയൽ സിമെട്രി, ബൈലാറ്ററൽ സിമെട്രി, അങ്ങനത്തെ എല്ലാ സിമെട്രി ബേസിസും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ചോദ്യം കണക്ട് ചെയ്യുന്നത് ആ ഒരു ചാർട്ടുമായിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ചാർട്ട് കൂടെ ഒന്ന് പ്രിഫർ ചെയ്യുകയാണ്. അപ്പോൾ അതൊന്ന്. നെക്സ്റ്റ് 2020 4 ചോദ്യങ്ങൾ ആ ക്ലാസിഫിക്കേഷനിൽ ഇത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറയുന്നത് ഫിഷസിൻ്റെ കാര്യം. നമ്മൾ കോൺട്രാക്ടൈസും സൈക്ലോസ്റ്റൊമാറ്റയും ആ ഒരു ഏരിയ, അവിടെ നമ്മുടെ ഓപ്പർക്കുലം ഉള്ളത് ആരാണ്, ഗിൽ സ്ലിറ്റ്സ് ഉള്ളത് ആർക്കാണ്, ആ ഒരു ഏരിയ നിങ്ങൾ ഒന്ന് നോക്കണം. ഓക്കെ. പിന്നെ മെറ്റാമറിക് സെഗ്മെൻറ്റേഷൻ, പിന്നെ ആർത്രോപോഡയുടെ ഒരു ഡിവിഷൻ, ഹെഡ്, ആ ഒരു ഡിവിഷൻ ഉണ്ടല്ലോ, നെക്ക്, ആ ഒരു സംഭവം. അന്ന് ആംഫീബിയൻസിന് നെക്കില്ല. സോ ആ ഒരു അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യുക. ഓക്കെ. പിന്നെ അനിലിടയിലാണെങ്കിൽ നീറിയസ് ഏതാണ്, മൊണീഷ്യസ് ആണോ ഡൈഷ്യസ് ആണോ, ആ ഒരു സംഭവമുണ്ട്. പിന്നെ അഷ്കൽ മിന്തസിനകത്ത് നമ്മുടെ മെയിലാണോ ഫീമെയിലാണോ ലോങ്ങർ, അല്ലെങ്കിൽ അത് അറിയാവുന്നവർക്ക് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ലോങ്ങർ എന്ന് പറഞ്ഞൊരു ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എടുത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ആലോചിക്കും. സോ ഇത് ഏത് നിമിഷം ചോദിച്ചാലും നിങ്ങൾക്ക് ഇത് അറിയുന്നുണ്ടാവണം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് മോർഫോളജി ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ്. അതിനകത്ത് ഫ്ലവർ ഇന്ന് 2017, 19, 20 ചോദ്യം വന്നിട്ടുണ്ട്. ഫ്രൂട്ടിൽ എപ്പോഴും ഞാൻ എല്ലാ എൻ്റെ ക്ലാസ്സിലും പറയുന്നതാണ്, ഓവറി വോൾ എന്താവും, അതുപോലെ ഓവ്യൂൾ എന്താകും, അത് ഫർദർ അവരുടെ ഡെവലപ്മെൻറ്റ് എങ്ങോട്ടാണ്, സീഡാണോ ഫ്രൂട്ടാണോ എന്താണ് മാറുന്നത്, അത് എപ്പോഴും ചോദിക്കുന്ന ഒരു മാച്ച് ദ ഫോളോ ആയിട്ടെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതുകൂടെ നോക്കാം. നെക്സ്റ്റ് വരുന്നത് അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അതിനകത്ത് അനാട്ടമി ഓഫ് ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട്, അത് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അത് 2018, 20 ചോദിച്ചിട്ടുണ്ട്. പിന്നെ സെക്കൻഡറി ഗ്രോത്ത്, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഏരിയ ആണ്. നെക്സ്റ്റ് വരുന്നത് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽ ടിഷ്യൂസ്. ഓരോ എപ്പിത്തീലിയംസ് എവിടെയൊക്കെ കാണുന്നുണ്ട്, എത്ര ടൈപ്പ് ഓഫ് ടിഷ്യൂ ഉണ്ട്, ഗ്യാപ് ജംഗ്ഷൻസ്, ടൈറ്റ് ജംഗ്ഷൻസ്, ആ ജംഗ്ഷൻസുകൾ എങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അത് മസ്റ്റ് പഠിക്കേണ്ട കാര്യമാണ്. പിന്നെ കോക്രോച്ച് നമ്മൾ പരതി പഠിച്ചിട്ട് പോകണം, ഇൻക്ലൂഡിങ് ആ പിക്ചർ. ക്രോപ്പ് എന്ത് ചെയ്യുന്നു, ഗിസാർഡ് എന്തിനുള്ളതാണ്, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ എർത്ത് വേം ഉണ്ടെങ്കിൽ എർത്ത് വേമിൻ്റെ ഫസ്റ്റ് സെഗ്മെൻറ്റിനെ എന്ത് വിളിക്കുന്നു, മൗത്തിനെ എന്ത് വിളിക്കുന്നു, പിന്നെ ക്ലിറ്റല്ലോ എന്ന് പറയുന്നത് എന്താണ്, ക്ലിറ്റല്ലത്തിൽ കാണുന്ന സെഗ്മെൻറ്റ്സ് ഏതൊക്കെ സെഗ്മെൻറ്റ്സിലാണ് കാണുന്നത്, സെക്സ് പാർട്ട് ഏതൊക്കെ സെഗ്മെൻറ്റ്സിലാണ് കാണുന്നത്, ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ എർത്ത് വേമിൽ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇതൊന്നും അറിഞ്ഞുകൂടാ നിങ്ങൾ പോകരുത്. പിന്നെ ഉള്ളത് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫാണ്. അപ്പോൾ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുമ്പോഴത്തേനും നമ്മളതിൽ ഓരോ ഓർഗനൽസ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്ന് പറയുമ്പോൾ എടുത്തു പറയാൻ എനിക്ക് തോന്നുന്നത് മൈറ്റോകോൺട്രിയയുടെ ഫങ്ഷൻ ഒരു കാര്യം. ബാക്ടീരിയയിൽ ഏത് പാർട്ടാണ് റെസ്പിറേഷന് സഹായിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രൗഡ്ലി പറയുന്നു, നിങ്ങൾ പ്രൗഡ്ലി കമൻറ്റ് ചെയ്യണം. ബിക്കോസ് നിങ്ങൾക്കറിയാമെന്നുള്ളതെന്ന് പറയുന്നത് നിങ്ങൾ ചുറ്റുപാടും ഉള്ളവർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ടൈമിൽ അറിയണം നിങ്ങൾ എത്ര വർക്ക് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ പഠിക്കാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. സോ നിങ്ങൾ ഇതിൻ്റെ ആൻസർ അറിയാമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തോളൂ. ഒരു ജന്തു. ഓക്കെ, ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തോളും. പിന്നെ നെക്സ്റ്റ് വരുന്നത് റൈബോസോംസ്. യൂക്കാരിയോട്സിലും പ്രൊക്കാരിയോട്സിൻ്റെയും റൈബോസോംസിൻ്റെ കാര്യം, നമ്പർ എത്രയാണെന്നുള്ളത്. അപ്പോൾ അത് പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പ രീതിയൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു കാര്യം. നെക്സ്റ്റ് വരുന്നത് അതിൽ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് 4, 6, 8 അങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. 4, 40, 60, 80 അങ്ങനെ എന്ന് പറയുമ്പം ഈവൻ നമ്പേഴ്സ് മാത്രമായിരിക്കും ഒരു ഗ്രൂപ്പിന്. പ്രൊക്കാരിയോട്സിന് ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. സോ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ എനിക്ക് പറഞ്ഞു തരാനുള്ളത് ഓക്കെ, പോളിസോംസ് എന്താണെന്നുള്ളൊരു ചോദ്യം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ തന്നെ റഫ് സ്മൂത്തിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, പിന്നെ ഗോൾഗി ബോഡീസിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ്, നെക്സ്റ്റ് ക്രോമസോംസിൻ്റെ ടൈപ്സുകൾ, അതിൻ്റെ പൊസിഷൻ അനുസരിച്ചുള്ള കാര്യങ്ങൾ, അതൊക്കെ പഠിക്കേണ്ട കാര്യമാണ്. ഇത് ഞാനിങ്ങനെ എടുത്ത് പറയുന്നുണ്ടോ, ക്രോമസോംസിൻ്റെ പിക്ചർ മറ്റേ പൊസിഷൻ്റെ ബേസിസിൽ, സെൻട്രോമിയറിൻ്റെ പൊസിഷൻ്റെ ബേസിസിലുള്ള പിക്ചർ, ഇത് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ഓക്കെ, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. ഇതിൽ നമുക്ക് എല്ലാ വർഷവും ഒരു ചോദ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ക്രോസിംഗ് ഓവർ നടക്കുന്നത് ഏത് സ്റ്റേജിലാണ് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അത് ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഡയാകൈനസിലും പിന്നെ ഉള്ളത് നമ്മുടെ ഓരോ സ്റ്റേജസിൽ വരുമ്പോഴത്തേനും അവിടെ എന്തൊക്കെ ചേഞ്ചസ് നടക്കുന്നു, അതായത് ന്യൂക്ലിയർ എൻവലപ്പ് ഡിസപ്പിയർ ആകുന്നത് ഏത് സ്റ്റേജിലാണ്,
മൈറ്റോസിസിലാണ് എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ചോദ്യം. ടീലോഫേസിലാണോ, മൈറ്റോസിസിൻ്റെ ഏത് സ്റ്റേജിലാണെന്നുള്ളത്, ടീലോഫേസിലാണോ ഏത് സ്റ്റേജിലാണെന്നുള്ളത്. പിന്നെ DNA സിന്തസിസ് നടക്കുന്നത് ഏത് സ്റ്റേജിലാണ്, എസ് ഫേസിലാണ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. DNA സിന്തസിസ് നടക്കുമ്പോൾ അവിടെ ക്രോമസോം നമ്പർ ഡബിൾ ആകുന്നുണ്ടോ, അതോ DNA എന്താണ് അവിടുത്തെ ചേഞ്ച്, അപ്പോൾ ആ ഒരു ചേഞ്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ ഇൻ്റർഫേസ് എന്താണ്, പിന്നെ G0 ക്വൈസൻറ്റ് ഫേസ് എന്താണ്, ഇത് ഇത്രയും ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞതാണെങ്കിൽ നമ്മുടെ ക്രാഷ് കോഴ്സിൽ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളെ പുഷ് ചെയ്ത് നിങ്ങൾ എങ്ങനെയെങ്കിലും 320+ സ്കോർ ചെയ്യാനുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ ആ ക്രാഷ് കോഴ്സ് തന്നെ എടുത്തിട്ടുള്ളത്. സോ അതാണ് എനിക്ക് പറയാനുള്ള രണ്ടാമത്തെ സീക്രട്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ടോപ്പിക്സ് പഠിക്കുന്നതല്ലാതെ ഞാൻ പറഞ്ഞു ഈ ടോപ്പിക്സ് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ഏകദേശം നിങ്ങൾക്ക് ഹാഫ് മാർക്കോളം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഹാഫ് എന്ന് പറഞ്ഞാൽ 1/2 അല്ല കേട്ടോ, 360 ഹാഫ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ എങ്ങനെ ബാക്കി നിങ്ങൾ സ്കോർ ചെയ്യണമെന്ന് പറയുന്നതിനാണ് ഞാൻ പറയാൻ വന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യുക എന്നുള്ളത്. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഷുവറാണ് നിങ്ങൾക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ ഏതൊരു കാറ്റഗറിയിൽ നിൽക്കുന്ന ഒരു കുട്ടിയായിക്കോട്ടെ, നിങ്ങൾ ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു എന്ന് വെച്ചാൽ കോഴ്സ് ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് NCERT വെച്ചിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് വിത്ത് നെമോണിക്സ്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എനിക്കിനി എന്താ പറയുക പറഞ്ഞു തരാനില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവസാനത്തെ സമയത്തിൽ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പോകുന്നില്ല. നമ്മളിപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്നില്ല, ഇപ്പോൾ ഞാൻ ഈ ടോപ്പിക്കിനകത്ത് ഇതൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ, സെയിം സാധനമാണ്. അതായത് നമ്മൾ ഇതൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഇത് ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മാർക്ക് കൂടുന്നത്. എന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. സോ ഇത് മാത്രമാണ് നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ ഡിസ്കഷൻ എന്ന് പറയുന്നത്. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ കയറുക, നമ്മുടെ ആപ്പ് ഉണ്ട്, യുവർ ക്വാറന്റൈൻ ടീച്ചർ ആപ്പ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് NEET ക്രാഷ് കോഴ്സ് 2023 ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സ് എൻറോൾ ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് വേറെ എന്താ പറയുക ഷുവർ കാര്യങ്ങളൊന്നുമില്ല. 320+ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്ന എന്താ പറയുക ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ ബാക്കി ചാപ്റ്റേഴ്സിൻ്റെതും ഞാൻ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. ഈ ചാപ്റ്റേഴ്സിൻ്റെ ഓരോ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം. ട്രാൻസ്പോർട്ടിംഗ് പ്ലാന്റ്സിൻ്റെ പ്ലാന്റ് വാട്ടർ റിലേഷൻ, സൊല്യൂട്ട് പൊട്ടൻഷ്യൽ, ആ പൊട്ടൻഷ്യലിൻ്റെ കാര്യം സംഭവം പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ പ്ലാസ്മോലൈസിസ്, അതിൻ്റെ കാര്യം നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. നെക്സ്റ്റ് വരുന്ന ഫ്ലോയം ട്രാൻസ്പോർട്ട്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ കുറച്ച് സെൻറ്റൻസുകളുണ്ട്. ആ ഫ്ലോയം ട്രാൻസ്പോർട്ടിൻ്റെ ആ സെൻറ്റൻസുകൾ, മിനറൽസ് ഏതിനെയൊക്കെയാണ്, വാട്ടർ, ന്യൂട്രിയൻസ്, ഇതിൽ ഏതിനെയൊക്കെയാണ് ഫ്ലോയം ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്, സൈലവും ഫ്ലോയവും തമ്മിലൊരു ഡിഫറൻസ് നമ്മുടെ ലാസ്റ്റ് പേജിൽ കൊടുത്തിട്ടുണ്ട്. സോ അത് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കുക. പിന്നെ ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്, ഇവിടെ നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് ആ ഭാഗത്ത് നിന്ന്. C4 പാത്വേ, അതിന് എക്സാമ്പിൾ ആരാണ്? C4 പ്ലാന്റ്സിന് എക്സാമ്പിൾ ആരാണ്? കാൽവിൻ സൈക്കിൾ എന്താണ്? കാൽവിൻ സൈക്കിളിൻ്റെ ആ ഒരു ഗ്രാഫല്ലോ ആ ചാർട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഏതൊക്കെയാണ് ആ 3 സ്റ്റെപ്പ്? അവിടെ ആക്ട് ചെയ്യുന്ന എൻസൈം ഏതാണ്? റുബിസ്കോ. അതുപോലെ തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന എൻസൈം ഏതാണ്? സോ ഇതൊക്കെ എൻസൈം അല്ല, പ്രോട്ടീൻ ഏതാണ്? സോ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടില്ല, ഇതൊക്കെയാണ് നമ്മുടെ ക്രാഷ് കോഴ്സിലും ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്പ് ഒന്ന് നോക്കി നോക്കുക. അതിനകത്ത് നമ്മുടെ ചാപ്റ്റേഴ്സിൻ്റെ പ്രിവ്യൂ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ +1ൻ്റെ +2ൻ്റെ പ്രിവ്യൂ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് കോഴ്സ് ചെയ്യുക. കാരണം ഞാൻ എല്ലായിടത്തും എൻറോൾ ചെയ്യാനേ പറ്റത്തുള്ളൂ. നിങ്ങൾ പോയിട്ടൊന്ന് ക്രാഷ് കോഴ്സിന് വലിയ രൂപം മുടക്കി സ്പെൻഡ് ചെയ്യാനൊന്നും ഞാൻ പറയത്തില്ല. ജസ്റ്റ് നിങ്ങൾക്ക് കയ്യിൽ ഒതുങ്ങാവുന്ന സംഭവം, നിങ്ങൾക്ക് മാക്സിമം ഇൻഫോർമേഷൻസ് എവിടെ നിന്ന് നിങ്ങൾക്ക് വേഗം എന്താ പറയുക കിട്ടുമോ അത് നിങ്ങൾ യൂസ് ചെയ്യുക, മാക്സിമം യൂസ് ചെയ്യുക. കാരണം ഇന്ന് നിങ്ങളത് ചെയ്തില്ലെങ്കിൽ നാളെ ചിലപ്പോൾ നിങ്ങളത് ആലോചിച്ച് വിഷമിക്കേണ്ടി വരും. സോ അതുകൊണ്ടാണ് ഞാനത് വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഈ ലിസ്റ്റ് തന്നെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് നിങ്ങൾ അനലൈസ് ചെയ്യുക. ഇതിൽ ഞാൻ ഓരോ വർഷം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചതാണ് ഞാൻ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലാത്തത്. ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചതൊക്കെ ഞാൻ 2 ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ പിന്നെ എനിക്ക് പറയാനുള്ളത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഇത് പഠിക്കാൻ നിങ്ങൾ പോകരുത്. ഇതിൽ നിന്ന് നമ്മളൊരു 3 ക്വസ്റ്റ്യൻ എങ്കിലും നമ്മൾ ഓരോ വർഷം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ അത് നിങ്ങൾ പഠിക്കാതെ പോകരുത്. ഇത് ഞാൻ 2020 വരെ ഉള്ളത് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഇതിനകത്ത് നിങ്ങളുടെ ലിപ്പിസ് ലൂപ്പിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഫംഗ്ഷൻ അല്ലല്ലോ, അത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്, അല്ലെങ്കിൽ കോപ്പർ IUDs എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അത് എപ്പോഴും മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് ചോദിക്കുന്നത്. സോ അത് പിന്നെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ സ്പേമിൻ്റെ പാത്വേ, പിന്നെ അവിടെ നമുക്ക് എന്ത് വേണോ ചോദ്യം ചോദിക്കാം. സോ അതിൽ കുറച്ച് സെൻറ്റൻസുകളുണ്ട്, അത് നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സോ അത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക.
ഇനി നെക്സ്റ്റ് വരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ്. ഇത് നമ്മൾ ജനറ്റിക് കോഡും അതുപോലെ തന്നെ മെൻഡേലിയൻ ഡിസോർഡർ, ക്രോമസോമൽ ഡിസോർഡർ, അതിലെ ഓരോ ഫീച്ചേഴ്സുകൾ, പിന്നെ നമുക്ക് ഗ്രിഗർ ജൊഹാൻ മെൻഡലിൻ്റെ ഓരോ വർക്ക് ചെയ്തിട്ടുള്ള സംഭവം, അതിൽ മെയിൻലി കോഡോമിനൻസ്, നമ്മുടെ ഏത് സംഭവത്തിനെ ആരെ ഉപയോഗിച്ചാണ് നമ്മൾ കോഡോമിനൻസ് എക്സ്പെരിമെൻറ്റ് ചെയ്തത്, അതൊരു ചോദ്യമാണ്. അവിടുത്തെ ഫീനോടൈപ്പ് റേഷ്യോ എന്തോന്നാണ്, ജീനോടൈപ്പ് റേഷ്യോ എന്താണ്. സോ ആ റേഷ്യോസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്ന മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെന്ന് ചോദിക്കുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതും നമ്മൾക്ക് പഠിക്കേണ്ട ഒരു സംഭവമാണ്. എസ്ക്രേഷ്യ കോളയുടെ ബേസ് പെയർസ് നമ്പർ എത്രയുണ്ട്, ഹ്യൂമൻ്റെ DNA കണ്ടൻറ്റ് എത്രയാണ്, അതുപോലെ തന്നെ സെമി കൺസർവേറ്റീവ് മോഡൽ ആ ഒരു ചാർട്ട് ഫില്ല് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കും. ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് ഏത് വർഷമാണ് നടന്നതെന്ന് ചോദിക്കാം, അതിൽ ഏത് ബാക്ടീരിയ ആണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ല കേട്ടോ, ഇതൊക്കെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. നിങ്ങളല്ലാതെ ചുമ്മാ എല്ലാ ലൈൻസും പഠിച്ചിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാനാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് കേട്ട് പേടിച്ചാരും പോകരുത്. സോ ധൈര്യമായിട്ടിരിക്കുക. നമ്മൾ എന്ത് സംഭവം വന്നാലും നമ്മൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരല്ലേ. സോ അതൊരു കാര്യം. പിന്നെ ലാക്ക് ഓപ്പറേൻ്റ് ആ ഒരു പിക്ചർ, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു PDF ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഓരോ ചാപ്റ്റർ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സമയം തന്നെ തീരെ തികയത്തില്ല, ആ ഒരു അവസ്ഥയാകും. സോ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന സബ് ടോപ്പിക്സുകൾ നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിട്ട് പോകേണ്ട കാര്യം. സോ നിങ്ങൾക്ക് എങ്ങനെ വന്നാലും ഒരു 250 സ്കോർ നിങ്ങൾക്ക് മേടിക്കാൻ എന്തായിരുന്നാലും കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻ മാറിയല്ലേ വരുന്നത്. സോ അപ്പോൾ എങ്ങനെ വന്നാലും അത് മേടിക്കാൻ പറ്റണം. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അത്രയും മേടിക്കാൻ കഴിയണം എന്നുള്ളതാണ് എൻ്റെ കാൽക്കുലേഷൻ. നിങ്ങൾക്ക് സ്കോർ ചെയ്യണം, നിങ്ങൾക്ക് 320+ സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോയിൻ മൈ ക്രാഷ് കോഴ്സ്. അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കട്ടെ, MCQs പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി മോക്ക് ടെസ്റ്റുകൾ കൂടെ ഇനി അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ. Mm-hmm.